രമേശ് ചെന്നിത്തലയെ കൂടാതെ 7 പേർ കൂടി കോൺഗ്രസിൽ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി.സി. വിശ്വനാഥ്, ചാണ്ടിയുമ്മൻ, എം ലിജു, എ.പി. അനിൽകുമാർ എന്നിവർ മന്ത്രിമാരായേക്കും. ബിന്ദു കൃഷ്ണനും മന്ത്രിസഭയിലെത്തും. സ്പീക്കറാകാനില്ലെന്ന് തിരുവഞ്ചൂർ നേതൃത്വത്തെ അറിയിച്ചു. നാളെയും ചർച്ചകൾ തുടരുമെന്നും മന്ത്രിമാരുടെ പട്ടിക നാളെ 2 മണിക്ക് ഗവർണർക്ക് കൈമാറുമെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. ബിനിൽ സാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രമേശ് ചെന്നിത്തല വരുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആകാംക്ഷ. അദ്ദേഹം ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് വരാമെന്ന് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. വിജിലൻസ് അടക്കമുള്ള വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യും. അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ ഒപ്പം നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കണം എന്നൊരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. എന്തായാലും അതും ചർച്ചയിൽ തുടരുകയാണ്. നിലവിൽ എന്തായാലും മറ്റ് 7 മന്ത്രിമാരിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. കോൺഗ്രസിൽ കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിസ്ഥാനത്തേക്ക് വരും. അദ്ദേഹം കെ.സിക്ക് ഒപ്പം നിലകൊള്ളുന്ന നേതാവാണ്. മറ്റൊന്ന് 2 വർക്കിംഗ് പ്രസിഡന്റുമാർ മന്ത്രിസ്ഥാനത്തേക്ക് വരികയാണ്. ഒന്ന് എ.പി. അനിൽകുമാറാണ്, നേരത്തെ മന്ത്രിയായിരുന്ന ആളാണ്. പി.സി. വിശ്വനാഥും മന്ത്രിസ്ഥാനത്തേക്ക് വരികയാണ്. മറ്റ് പ്രധാനപ്പെട്ട മന്ത്രിമാർ ഒന്ന് ചാണ്ടിയുമ്മനാണ്, അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് വരും. അദ്ദേഹം ചരിത്ര ഭൂരിപക്ഷത്തിലാണ് അവിടെ പുതുപ്പള്ളിയിൽ ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മന്ത്രിസ്ഥാനത്തേക്ക് ഉറപ്പായും അദ്ദേഹം വരും. പരിഗണിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹം ഉറപ്പായും വരും. മറ്റൊന്ന് എം ലിജു ആണ്. അദ്ദേഹം ആദ്യമായാണ് നിയമസഭയിലേക്ക് ജയിച്ച് വരുന്നത്. അദ്ദേഹവും എത്തുമ്പോൾ പുതുമുഖമാണ് അദ്ദേഹം. ആ പുതുമുഖം തന്നെ മന്ത്രിയായി വരുന്നു. വനിതാ മന്ത്രിയെ നോക്കിയാൽ ബിന്ദു കൃഷ്ണ വനിതാ മന്ത്രിയായി വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ ഇത്തരത്തിലാണ് മന്ത്രിസ്ഥാനം നിലവിൽ ഉള്ളത്. മറ്റൊന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യമാണ്. രമേശ് ചെന്നിത്തല പറഞ്ഞത് ഒപ്പം നിൽക്കുന്ന ആളുകളെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊന്ന് അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ, അതോടൊപ്പം തന്നെ ജ്യോതികുമാർ ചാമക്കാല, TJ വിനോദ, ഈ പേരുകളാണ് അദ്ദേഹം പറയുന്നത്. സാമുദായിക പരിഗണന നോക്കണം. അങ്ങനെയെങ്കിൽ അവിടെ അൻവർ സാദത്ത് മന്ത്രിസഭയിലേക്ക് വരുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. അവിടെ KC പക്ഷത്ത് നിന്ന് T സിദ്ദിഖ് മന്ത്രിസ്ഥാനത്തേക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ ഷാനിമോൾ ഉസ്മാൻ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്, മുതിർന്ന നേതാവുമാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് അവരെയും പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സാമുദായിക സമവാക്യം പരിഗണിക്കുമ്പോൾ അങ്ങനെ എവിടേക്ക് വരും എന്നുള്ളത് ചോദ്യമാണ്. TJ വിനോദ് മന്ത്രിസ്ഥാനത്തേക്ക് വരുമോ എന്നുള്ളതും ചോദ്യമായി നിൽക്കുകയാണ്. നിലവിൽ എന്തായാലും അത്തരം ചർച്ചകൾ തുടരുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി ആ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ രാവിലെ അന്തിമ പട്ടിക മന്ത്രിമാരുടെ പൂർണ്ണ പട്ടിക പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ചില തർക്കങ്ങൾ, ഘടകകക്ഷിയിൽ ചില തർക്കങ്ങളുണ്ട്. അതൊക്കെ പരിഹരിച്ച് നാളെ ഉച്ചയോടുകൂടി പൂർണ്ണ പട്ടിക പുറത്തുവരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.